ഹായ് നമസ്കാരം. സ്പെൻസർ കൊഹാനും അന്ന ഹാർഡ്ബർഗും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണ് ടാരറ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു സിനിമയും കൂടെ നോക്കാം. ഒരു ഹൊറർ ചിത്രമാണ്. ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഹൊറർ എന്ന് പറയാൻ സാധിക്കും. നമ്മൾ ഒത്തിരി അങ്ങനെ ഹോളിവുഡ് ചിത്രങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ടാണ് ഒരു വ്യത്യസ്തമായ സിനിമ മുന്നോട്ട് വരുന്നത്. അപ്പം ഈ ഒരു ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവന്തിക, അതുപോലെ ജേക്കബ് ബട്ടൺ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ളത്. വേറെ കുറച്ച് ആളുകളും കൂടെയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ ഒരു വൺ ലൈൻ നോക്കുവാണെങ്കിൽ വേറൊന്നുമല്ല, കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഈ ടാരറ്റ് കാർഡ് ഗെയിം കളിക്കുവാണ്. അങ്ങനെ അവർ അതിൽ നിന്നും ഇടപെടുന്ന ചില പ്രശ്നങ്ങളും അതുപോലെ കുറേ ആളുകൾ മരണപ്പെടുന്നതും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നവരൊക്കെ മരണപ്പെടുന്നതുമാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. അപ്പോൾ ഇത് ഒരു ഹൊറർ മിസ്റ്ററിയൊക്കെ നിലനിർത്തി പോകുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഫസ്റ്റിൽ ഇത് കണ്ടു തുടങ്ങി ഒരു എൻഡിങ് വരെയൊക്കെ വളരെ കുഴപ്പമില്ലാത്ത പോലെ പ്രേക്ഷകരെ ഇത് പിടിച്ചെടുത്താൻ ഇതിന് സാധിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചിത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയും കൂടിയാണ് കേട്ടോ. ഗംഭീര രീതിയിൽ നമുക്ക് ചില ഹൊറർ പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു വരുന്ന സമയത്ത് നമ്മളെ തീർച്ചയായും ത്രില്ലടിപ്പിക്കാനും ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആക്ടറെയൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ആക്ടേഴ്സൊക്കെ ആയിരുന്നു. ഗംഭീരമായ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അവരവരുടെ റോളുകൾ. അതുപോലെ തന്നെ ഈ ടാരറ്റ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഓരോ പ്രേതങ്ങളുടെ ഒരു സംഭവമാണ്. മൊത്തം കാർഡിൽ ഫുള്ള് പ്രേതമാണ്. അത് വെച്ചിട്ടാണ് ഈ ഒരു അതായത് ഈ ഒരു മൂവിയുടെ മൊത്തത്തിലുള്ളൊരു കണ്ടന്റ് പോകുന്നത്. പിന്നെ ഈ ഒരു ചിത്രത്തിൽ അതായത് BGMഉം കാര്യങ്ങളും ഒക്കെ കുഴപ്പമില്ലാത്ത രീതി എനിക്ക് അനുഭവപ്പെട്ടു. കണ്ടവർക്കൊക്കെ ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും BGMൻ്റെ കാര്യത്തിൽ. കാരണം ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു സംഭവം എന്ന് പറയാം. പിന്നെ ത്രില്ല് അടിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയും കൂടിയാണിത്. കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് സംഗതികളൊക്കെ ഇതിലുണ്ട്. പിന്നെ പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ എൻഗേജ്ഡ് ആയിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള അതായത് നമ്മൾ ഈ ഹോളിവുഡ് ചിത്രങ്ങളിലെ ഹൊറർ സിനിമകൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ളൊരു കണ്ടന്റ് ഇതുവരെ മേക്ക് ചെയ്ത് പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും പ്രത്യേകിച്ച് ഒരു കണ്ടന്റാണ്. അതുപോലെ തന്നെ തീർച്ചയായും ടാരറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർ തീർച്ചയായും ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് വീഡിയോയുടെ താരെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക കണ്ടിട്ടുള്ളവരാണെങ്കിൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുടെ വിശേഷങ്ങളായി പിന്നെ കാണാം. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതുകൂടെ ഒന്ന് ചെയ്തേരെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.